നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ NDA 400 സീറ്റ് നേടുമോ? അങ്ങനെ വേണം കരുതാൻ. അതിന് കാരണമുണ്ട്, വ്യക്തമാക്കാം. അതിനു മുൻപ് ഒരു ആമുഖം പറയാം, അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇക്കുറി NDA 400-ൽ ഏറെ സീറ്റ് നേടിയ അധികാരം നിലനിർത്തും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുൻപ്. എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്ത് വന്നപ്പോൾ ഭൂരിഭാഗം റിസൾട്ടും 350 മുതൽ 390 വരെ സീറ്റുകൾ NDAക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 400 കടക്കും എന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദം പൊളിയും എന്ന ചർച്ചകൾ ഉയർന്നു. ഇതിനിടെ പുറത്തു വന്ന ഒരു സർവേ ഫലം വേറിട്ട് നിൽക്കുകയാണ്. എന്തായാലും NDA അധികാരം നിലനിർത്തും എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രിയുടെ അവകാശവാദം പൊളിയും എന്നുള്ള കാര്യങ്ങൾക്കാണ് പ്രതിപക്ഷം ഊന്നൽ നൽകിയത്. പക്ഷേ അതിനൊപ്പം തന്നെ അവർ ഈ അഭിപ്രായ സർവേയെ തള്ളിക്കളയുകയും ചെയ്തു. ഇതിനിടയിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അഭിപ്രായ സർവേ വേറിട്ട് നിൽക്കുന്നത്. അത് ടുഡേയ്സ് ചാണക്യയാണ്. ടുഡേയ്സ് ചാണക്യയുടെ അഭിപ്രായ സർവേ, എക്സിറ്റ് പോൾ അഭിപ്രായ സർവേയുടെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ അത് BJP ക്യാമ്പിനും NDA ക്യാമ്പിനും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 415 സീറ്റ് വരെ NDA നേടും എന്നാണ് ടുഡേയ്സ് ചാണക്യയുടെ സർവേ ഫലം പറയുന്നത്. 385 മുതൽ 415 സീറ്റ് വരെ അവർ നേടും എന്നാണ് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിന് 96 മുതൽ 118 സീറ്റ് വരെ കിട്ടുമെന്നും മറ്റുള്ളവർക്ക് 27 മുതൽ 45 വരെ സീറ്റ് കിട്ടുമെന്നും സർവേ പ്രവചിക്കുന്നു. ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം വിശ്വസിക്കാം എന്നാണ് കുറേയേറെ പേർ പറയുന്നത്. എന്നാൽ അത് BJP അണികളുടെ വ്യാമോഹം ആണ് എന്ന് മറുപക്ഷം പറയുന്നു. എന്നാൽ സർവേ ഫലങ്ങളെ തള്ളുന്നവർ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ എക്സിറ്റ് പോൾ അഭിപ്രായ സർവേ ഫലങ്ങൾ ശ്രദ്ധിക്കുക. 2014-ലും 2019-ലും ചാണക്യയുടെ എക്സിറ്റ് പോൾ സർവേ ഫലമാണ് ഇലക്ഷൻ റിസൾട്ടുമായി ഏറ്റവും അടുത്തു നിന്നത്. അന്നൊക്കെ ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നപ്പോൾ ഊതി വീർപ്പിച്ചത് എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ചാണക്യയാണ് ശരി, അല്ലെങ്കിൽ ചാണക്യയാണ് റിസൾട്ടിനോട് ഏറ്റവും അടുത്ത് നിന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അത് നമുക്ക് പരിശോധിക്കാം. 2014-ലെയും 2019-ലെയും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പരിശോധിക്കാം നമുക്ക്. അവിടെ ചാണക്യ 2014-ൽ പറഞ്ഞത്, ന്യൂസ് 24, ചാണക്യ എന്നിവ നടത്തിയ എക്സിറ്റ് പോളിൽ പുറത്തു വന്ന റിസൾട്ട് 340 സീറ്റ് വരെ NDAക്ക് ലഭിക്കും എന്നായിരുന്നു. അന്ന് അത്തരത്തിലൊരു റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും അതിനെ തള്ളിക്കളഞ്ഞു. യാഥാർത്ഥ്യത്തോട് യാതൊരു പുലബന്ധം പോലും പുലർത്താത്ത റിസൾട്ടാണിത് എന്ന് പറഞ്ഞു. ഇത് ജനങ്ങൾ തള്ളിക്കളയും, ഇത് വെറും ഊതി വീർപ്പിച്ചതാണ്, BJPയെ സഹായിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു സർവേയാണ് എന്നുള്ളതായിരുന്നു അന്ന് വന്ന പ്രതികരണങ്ങൾ. ഇന്ത്യ ടുഡേ 272-ഉം CNN, IBN ഒക്കെ 280 സീറ്റും പ്രവചിച്ചു, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലത്തിലൂടെ പറഞ്ഞു. ടൈംസ് നൗ പറഞ്ഞത് 249 സീറ്റാണ് NDAക്ക് ലഭിക്കും എന്ന്. ABP ന്യൂസ് നീൽസൺ പറഞ്ഞത് 274 സീറ്റാണ്. NDTV ഹസാന റിസർച്ച് പറഞ്ഞത് 279 സീറ്റ് വരെ NDAക്ക് ലഭിക്കുമെന്നാണ്. ഇത് 2014-ലെ കണക്കാണ്, ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഏതായാലും UPAക്ക് അന്ന് പറഞ്ഞ റിസൾട്ടും കുറേയൊക്കെ ശ്രദ്ധേയമായിരുന്നു. 2014-ൽ ഇന്ത്യ ടുഡേ പറഞ്ഞത് 115 സീറ്റ് വരെ UPAക്ക് ലഭിക്കും എന്നാണ്. ന്യൂസ് 24 ചാണക്യ പറഞ്ഞത് 101 സീറ്റിൽ ഒതുങ്ങും അവർ എന്നാണ്. CNN, IBN പറഞ്ഞത് 97-ഉം ടൈംസ് നൗ പറഞ്ഞത് 148-ഉമാണ്. IBP ന്യൂസ് നീൽസൺ 97 സീറ്റും NDTV ഹസാന റിസർച്ച് 103 സീറ്റും പറഞ്ഞു. എന്തായാലും നമുക്ക് ചാണക്യയുടെ NDAക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത് 340 സീറ്റാണെന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. അന്ന് റിസൾട്ട് വന്നപ്പോൾ NDAക്ക് 336 സീറ്റ്, BJPക്ക് 282 സീറ്റ് ഉൾപ്പെടെ NDA 336 സീറ്റ് നേടി അധികാരത്തിലേക്ക് വരികയാണ് ചെയ്തത്. എന്തായാലും UPAയെ സംബന്ധിച്ച് നടത്തിയ പ്രവചനങ്ങൾ എല്ലാം പാടെ തെറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 60 സീറ്റാണ് UPAക്ക് അന്ന് കിട്ടിയത്. ഇനി നമുക്ക് 2019-ലേക്ക് വരാം. 2019-ൽ ചാണക്യയുടെ പ്രവചനം എന്തായിരുന്നു, എക്സിറ്റ് പോൾ ഫലം എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ചാണക്യ 2019-ൽ പറഞ്ഞത്, ന്യൂസ് 24-ഉം ടുഡേയ്സ് ചാണക്യയും പറഞ്ഞത് 350 സീറ്റ് NDAക്ക് ലഭിക്കും എന്നാണ്. BJP ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും 350 സീറ്റ് വരെ നേടി NDA അധികാരത്തിൽ വരും എന്നാണ്. റിസൾട്ട് വന്നപ്പോൾ അത് ശരിയായി.
അപ്പോഴും ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെ നിരീക്ഷകരും രാഷ്ട്രീയ പണ്ഡിതന്മാരും ഒക്കെ തള്ളിക്കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു കാരണവശാലും ഇത്രയേറെ സീറ്റ് നേടി അധികാരത്തിൽ വരില്ല എന്നൊക്കെ അഭിപ്രായ സർവേയിലൊക്കെ അവർ പ്രതികരണങ്ങളായി പറഞ്ഞിരുന്നു. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ എൻ ഡി എക്ക് നമുക്കറിയാം 352 സീറ്റ്, ബി ജെ പിക്ക് 303 സീറ്റ് ഉൾപ്പെടെ 352 സീറ്റ് നേടി എൻ ഡി എ അധികാരം നിലനിർത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. യു പി എക്ക് 91 സീറ്റാണ് ലഭിച്ചത്. എന്തായാലും ന്യൂസ് 24 ടുഡേയ്സ് ചാണക്യ 2019 യു പി എയുടെ പ്രവചനം സംബന്ധിച്ച് നടത്തിയ കാര്യങ്ങളും അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നടത്തിയ റിസൾട്ടുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് കുറേയേറെ അടുത്ത് നിന്നു. എക്സിറ്റ് പോളിൽ പറഞ്ഞത് 95, യഥാർത്ഥത്തിൽ യു പി എക്ക് കിട്ടിയത് 91. അവിടെയും ഏറ്റവും അടുത്ത് നിന്നത് ചാണക്യ തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് സർവേ ഫലങ്ങൾ കൂടി നമുക്ക് നോക്കാം. 2019 നടത്തിയതേ ഇന്ത്യ ടുഡേ ആക്സിസ് നടത്തിയ എക്സിറ്റ് പോൾ സർവേയിൽ 339 മുതൽ 365 സീറ്റ് വരെ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് 18 IBSOS പറഞ്ഞത് 336 സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടുമെന്നാണ്. ടൈംസ് നൗ VMR പറഞ്ഞത് 306 സീറ്റും ഇന്ത്യ TV CNX പറഞ്ഞത് 300 സീറ്റും എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ്. എന്തായാലും അവരെക്കാളൊക്കെ തന്നെ ഏറ്റവും അടുത്ത് നിന്നത് ചാണക്യ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറിയും ചാണക്യ 415 സീറ്റ് എൻ ഡി എ നേടും എന്ന് പറയുമ്പോൾ അതിനെ തള്ളിക്കളയേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്രതീക്ഷിതമായി ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന് അഭിപ്രായ സർവേകൾ പറഞ്ഞിട്ടുമുണ്ട്. ബംഗാളിൽ തൃണമൂലിനെ മറികടന്ന് മുന്നേറാൻ സാധിക്കും. തെക്കേ ഇന്ത്യയിൽ എൻ ഡി എക്ക് സീറ്റ് കൂടുതൽ നേടാൻ സാധിക്കും. അതൊക്കെ മോദി പ്രഭാവത്തിൻ്റെ ഒരു അനന്തരഫലം കൂടിയായിരിക്കുമെന്നൊക്കെ അഭിപ്രായ സർവേകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. കാര്യങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് എന്ന അഭിപ്രായ സർവേകളിൽ ഭൂരിഭാഗം നോക്കുമ്പോഴും അതൊക്കെ ശരിയാവുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും കരുതേണ്ടി വരിക. എന്തായാലും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു 295 സീറ്റോടുകൂടി ഇന്ത്യ സഖ്യം എൻ ഡി എയെ മറികടന്ന് അധികാരത്തിൽ വരും എന്ന്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും ഈ ചാണക്യയുടെ അഭിപ്രായ സർവേ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ കേരളത്തിൽ ശരിയാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിരിക്കും ചാണക്യാസിൻ്റെ. കാരണം ബി ജെ പി 3 മുതൽ 4 സീറ്റ് വരെ നേടും എന്നാണ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. യു ഡി എഫിന് 15 മുതൽ 17 സീറ്റും എൽ ഡി എഫിന് 0 മുതൽ 1 സീറ്റ് വരെയും കിട്ടും എന്നാണ് ചാണക്യയുടെ സർവേ ഫലം പറയുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരവും നേടി തങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിയിക്കും ബി ജെ പി എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ കുറച്ചുകൂടി അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ആറ്റിങ്ങലും കൂടെ പോരും എന്നാണ് ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ജയിക്കുന്നത് ആരായാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് എന്നും ബി ജെ പി നേതാക്കൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. താമര വിരിയും എന്ന പ്രവചനത്തിനൊപ്പം ബി ജെ പിയുടെ വോട്ട് വിഹിതം 27% ഉയരുമെന്നും പ്രവചനം വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ വളരെ ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് കളം ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. മോദി തരംഗം കേരളത്തിലും വീശിയെന്നും വിശ്വസിക്കുകയാണ് ബി ജെ പി നേതാക്കൾ. എന്തായാലും അഭിപ്രായ സർവേകൾ ഇത്തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കുള്ള റിസൾട്ട് 4-ാം തീയതി പുറത്തു വരുമ്പോൾ ചാണക്യയാണ് ശരി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാണക്യയാണ് യാഥാർത്ഥ്യത്തോട് ശരിയായ റിസൾട്ടിനോട് അടുത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ മോദി പറഞ്ഞ കാര്യം ശരിയാകും. ഈ പ്രാവശ്യം 400 കടക്കും എന്നുള്ളത്. എന്തായാലും അതിനൊക്കെ ഉത്തരം പറയേണ്ടത് 4-ാം തീയതി പുറത്തു വരുന്ന റിസൾട്ടാണ്.